കുമളി ബഡ്സ് സ്കൂളിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്ത് ഉടൻ നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ്. കുമളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത വർഷം നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന്റെയോ മറ്റ് ഏജൻസികളുടെയോ സഹായം കിട്ടുമെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് തന്നെ പണം അനുവദിച്ചുകൊണ്ട് ഈ സ്കൂളിന് നമ്മൾ കെട്ടിടം നിർമ്മിക്കും. അത് നമ്മൾ ഈ കുട്ടികളോട് വികസനത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം മാറ്റിവെച്ചാലും ഈ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി കുമളി ഗ്രാമപഞ്ചായത്ത് അവരോടൊപ്പം നിൽക്കും, അവരുടെ രക്ഷിതാക്കളോടൊപ്പം നിൽക്കും. അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ കുമളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇടുക്കി ജില്ലയിൽ 3 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററും ഒരു ബഡ് സ്കൂളുമാണ് പ്രവർത്തിക്കുന്നത്. കുമളി പഞ്ചായത്തിന് കീഴിൽ വളരെക്കുന്നിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാദ് മണി അധ്യക്ഷ വഹിച്ച യോഗം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ മറ്റു കുട്ടികളോടൊപ്പം ചേർത്ത് നിർത്തേണ്ട കുട്ടികളാണ് ബഡ് സ്കൂളിലെത്തുന്ന കുട്ടികളെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 4 കുട്ടികളാണ് ഇത്തവണ പുതുതായി ചേർന്നത്. ആകെ 34 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബഡ് സ്കൂളായുള്ള അവാർഡ് കരസ്ഥമാക്കിയ കുമളി ബഡ് സ്കൂളായുള്ള അവാർഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ DMC മണികണ്ഠനെ അധ്യാപിക ഷൈബിൻ മാത്യുവിന് നൽകി. കുട്ടികൾക്കായുള്ള യൂണിഫോം കേരള ഗ്രാമീൺ ബാങ്കും പഠനോപകരണങ്ങൾ സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്ക് ഡിജനും കൈമാറി. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് കുര്യൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബിൻ കരക്കാട്ട്, കുടുംബശ്രീ ചെയർപേഴ്സൺ ജയ്മോൾ മനോജ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, കുമളി പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, വ്യാപാരി വ്യവസായി വെള്ളാരംകുന്ന യൂണിറ്റ് പ്രസിഡന്റ് റിജി കൊട്ടാരംപറമ്പിൽ, സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്ക് ഡീജൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഒ ചെറിയാൻ, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ അശ്വിനി ആർ, CPM കുമളി ലോക്കൽ സെക്രട്ടറി ബിനീഷ് ദേവ്, മറ്റ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.